വെൽക്കം ബാക്ക് ടു രജനിയറ്റ് കിച്ചൻ. ഇന്ന് നമ്മൾക്ക് വെജ് മയോണൈസ് ഉണ്ടാക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിപ്പാണ് നമ്മളുടെ ഈ മയോണൈസ്. അതിന് ഫുൾ ഫാറ്റ് മിൽക്കാണ് വേണ്ടത്. അത് ഞാൻ എടുത്തിട്ടുണ്ട്. സെയിം ക്വാണ്ടിറ്റിയിൽ സൺഫ്ലവർ ഓയിൽ തന്നെ ഉപയോഗിക്കുക. നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഏതാണെന്ന് വെച്ചാൽ വിനാഗിരി, പഞ്ചസാര, ഉപ്പ്, കുരുമുളക് പൊടി, വെളുത്തുള്ളി 3 അല്ലി. ഇതാണ് ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത്. ക്വാണ്ടിറ്റി ഒന്നും നമുക്ക് വലിയ പ്രശ്നമില്ല. പാലിൻ്റെയും നമ്മുടെ സൺഫ്ലവർ ഓയിലും ഈക്വൽ ക്വാണ്ടിറ്റി ആയിരിക്കണം. പാല് നല്ല കട്ടിയുള്ള പാലായിരിക്കണം, അതായത് വെണ്ണ മാറ്റിയത് അങ്ങനെയുള്ളതൊന്നും ആവരുത്. ഫുൾ ക്രീമായിട്ടുള്ള നമ്മുടെ പാല്. റൂം ടെമ്പറേച്ചറാണ്, നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതൊന്നും അല്ല. എങ്ങനെയാണോ എണ്ണയുടെ ചൂട് തണുപ്പ് എങ്ങനെയാണോ, അപ്പോൾ നമ്മൾ നോർമലായി നമ്മൾ എണ്ണ സൂക്ഷിക്കുന്ന ആ ഒരു ടെമ്പറേച്ചറിലേക്ക് തന്നെ നമ്മുടെ പാലും കൊണ്ടുവരിക. എന്നതിന് ശേഷം സൺഫ്ലവർ ഓയിൽ സെയിം ക്വാണ്ടിറ്റിയിൽ തന്നെ എടുക്കുക. പിന്നെ വിനാഗിരിക്ക് പകരം നമ്മൾക്ക് നാരങ്ങാനീര് ഉപയോഗിക്കാം. ഞാൻ 1 ടീസ്പൂണേ ഉപയോഗിച്ചിട്ടുള്ളൂ. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം, കുറവ് വേണമെങ്കിൽ കുറവ് മതി. ഓക്കെ. അതുപോലെ വെളുത്തുള്ളി 3 അല്ലി ഞാൻ എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയാണ് ഇതിൽ ഏറ്റവും ടേസ്റ്റ്. നമുക്ക് മയോണൈസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ യഥാർത്ഥ ഒരു സ്മെൽ, ആ ഒരു നമുക്ക് ടെംപ്റ്റിംഗ് ഒരു സ്മെല്ലുണ്ടല്ലോ, അത് മയോണൈസ് നമുക്ക് എന്ന് പറയുമ്പം നമുക്ക് കഴിക്കാൻ തോന്നുന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അതിൽ വെളുത്തുള്ളിയുടെ ആ ഫ്ലേവർ വരുന്നതുകൊണ്ടാണ്. അപ്പോൾ ഒന്ന് നമ്മൾ ഈ ഒരു മെത്തേഡിൽ അങ്ങ് ചതച്ചെടുത്താൽ മതി. 2-3 എണ്ണമല്ലേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് അതിനകത്ത് ഇട്ടാൽ മതി. പിന്നെ ആവശ്യത്തിന് മാത്രം കുറച്ച് ഉപ്പിട്ടാൽ മതി. ബ്രെഡിലൊക്കെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കഴിക്കുമ്പോൾ ബ്രെഡിൽ ഓൾറെഡി ഉപ്പുണ്ടാവാം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഉപ്പ് ചേർത്താൽ മതി. ഇനി ശകലം അതുപോലെ 1/2 ടീസ്പൂണോളം നമുക്ക് പഞ്ചസാര, ഒരു ടേസ്റ്റ് ബാലൻസിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ കുരുമുളക് പൊടി, ബ്ലാക്ക് പെപ്പർ പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾ വൈറ്റ് പെപ്പർ ഉണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ്. വളരെ ഒരു പിഞ്ച് കുരുമുളക് പൊടി ആവശ്യമാണെങ്കിൽ ചേർത്തോളൂ. കുറച്ച് കൂടുതൽ നമുക്ക് സാലഡ്സിൽ ആ ടൈമിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. ഞാനിതിപ്പോൾ നിങ്ങൾക്കൊരു സാലഡ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടാണ് ഈ മയോണൈസ്. അപ്പോൾ മയോണൈസിൻ്റെ റെസിപ്പിയും കൂടെ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാമെന്ന് കരുതി. എല്ലാവരും കാണൂ. മയോണൈസിൻ്റെ റെസിപ്പിയും ഒപ്പം തന്നെ സാലഡും കാണാനും മറക്കണ്ട. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ കോവയ്ക്ക സാലഡിന് വേണ്ടിയിട്ടാണ് ഈ മയോണൈസ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക. അപ്പോൾ നമ്മുടെ മയോണൈസ് ഞാൻ 30 to 35 സെക്കൻഡ്സിനകം ഞാൻ ബീറ്റിംഗ് നിർത്തിയിട്ടുണ്ട്. ടൈമർ സെറ്റ് ചെയ്യുക. കറക്റ്റ് ടൈമിങ്ങിൽ നമ്മൾ അത് അടിച്ചെടുക്കണം. നല്ലവണ്ണം ഹൈ സ്പീഡിൽ, നമ്മളുടെ പൾസിലൊന്നും അല്ല, നമ്മുടെ മിക്സിയുടെ ഹൈ സ്പീഡിൽ 30 to 35 സെക്കൻഡ്സ് നമ്മൾ അടിക്കാവൂ. അപ്പോൾ കറക്റ്റ് ടൈം സെറ്റ് ചെയ്ത് വെക്കുക. അതിൽ കൂടുതൽ അടിച്ചു കഴിഞ്ഞാൽ വെള്ളം പോലെയാവും. അപ്പോൾ ഞാൻ പാത്രമൊക്കെ ഒന്ന് ജസ്റ്റ് എടുത്ത് വരുമ്പോഴത്തേക്കും ഇച്ചിരി ഒന്ന് എല്ലാം കൂടെ യോജിച്ചു. അപ്പോൾ ഒന്ന് നമ്മൾ സ്പൂൺ കൊണ്ട് ഒന്നുകൂടെ ഇളക്കി കൊടുത്താൽ മതി. അത് കറക്റ്റായിട്ടുള്ള ആ ഫോമിൽ വരും. അപ്പോൾ ഞാൻ അത് പാത്രത്തിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ ഒരു അടിപൊളി റെസിപ്പിയാണ്. പിന്നെ മയോണൈസിൻ്റെ എക്സ്പയറി എന്ന് പറയുന്നത് പാലിൻ്റെ എക്സ്പയറി ഡേറ്റിനനുസരിച്ച് വ്യത്യാസപ്പെടും. അപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കൂ. ഹെൽത്ത് വൈസ് നോക്കുമ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ളൊരു സാധനം തന്നെയാണിത്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.